ഈ ജനറേഷനിലുള്ള പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരുതരം ഡോപ്പാമിൻ അഡിക്ഷനാണ്. നമ്മുടെ ബ്രെയിനിന് ടെമ്പററി ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അയാളുടെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആണ്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കൺട്രോളിലല്ല, അത് മറ്റൊരാളുടെ പ്രസൻസിലാണ് എന്നർത്ഥം. നമ്മൾ ഒരാളെ വല്ലാണ്ട് അങ്ങോട്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങും, ആങ്സൈറ്റി കൂടിക്കൂടി വരും. നമ്മുടെ നിസ്കാരത്തിലുള്ള കോൺസെൻട്രേഷൻ, ഫോക്കസും ഒക്കെ പതുക്കെ 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 ഇല്ലാണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് ശരിക്കും റിയൽ ലവ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയെ കുറക്കുന്ന, പടച്ചോനുമായിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സിനെ ഇല്ലാതാക്കുന്ന ഒരുതരം പൈശാചികമായിട്ടുള്ള ട്രാപ്പാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അള്ളാഹു പറയുന്നുണ്ട്, വലാ തഖറബു സിനാന്ന്, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. ഇന്നത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വ്യഭിചാരത്തിലേക്കുള്ള ഒരു വേ ഓഫ് അട്രാക്ഷനാണ്. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കണ്ണുകൊണ്ട് ഹറാമ് കാണലും, കാതുകൊണ്ട് കേൾക്കലും, നാവുകൊണ്ട് പറയലും, ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള വ്യഭിചാരമാണ് എന്നുള്ളത്. ഈ ന്യൂറോ സയൻസ് പറയണ പോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് കൺസിസ്റ്റൻസി വേണം. പക്ഷെ ഒരു മനുഷ്യൻ ഒരു സമയം കഴിഞ്ഞാൽ മാറും, മടുക്കും, മറക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പക്ഷെ റബ്ബിൻ്റെ ക്വാളിറ്റീസ് ഒരിക്കലും മാറൂല, റബ്ബിൻ്റെ വാഗ്ദാനങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കൂല. അതുകൊണ്ടല്ല ഖുർആനിൽ പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്,